ഞാൻ ഡോക്ടർ ടെനി. അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറയുന്ന രോഗത്തെ പറ്റിയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. അപ്പം അലോപേഷ്യ ഏരിയേറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്, അത് വരാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ തന്നെ നമുക്ക് എങ്ങനെയൊക്കെ അതിനെ മാറ്റിയെടുക്കാൻ പറ്റും, ഈ കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അലോപേഷ്യ ഏരിയേറ്റ വരാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം നമ്മൾക്കെതിരെ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയാണ് ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസ് എന്ന് പറയുന്നത്. അതായത് സാധാരണ ഇമ്മ്യൂൺ ഏജൻറ്റ്സ് എന്താണ് ചെയ്യുക, ആൻറ്റിജനെ അല്ലെങ്കിൽ രോഗകാരികളെ നശിപ്പിച്ച് കളയുന്നു. നമുക്ക് ആ രോഗകാരികൾ മൂലം ഉണ്ടാവുന്ന രോഗം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇമ്മ്യൂൺ സിസ്റ്റം പ്രവർത്തിക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസിലുണ്ടാവുന്നത് നമ്മളുടെ ശരീരത്തിലെ കോശങ്ങളെ ആൻറ്റിജനായിട്ട് അല്ലെങ്കിൽ രോഗകാരികളായിട്ട് തെറ്റിദ്ധരിച്ച് നമ്മളുടെ ഇമ്മ്യൂൺ സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ ഇമ്മ്യൂൺ ഏജൻറ്റ്സ് ഇവയെ നശിപ്പിച്ച് കളയുന്നു. അപ്പോൾ അലോപേഷ്യ ഏരിയേറ്റയിൽ ഹെയർ അല്ലെങ്കിൽ ഹെയർ ഫോളിക്കിൾസിനെ ആൻറ്റിജൻ ആണെന്ന് അല്ലെങ്കിൽ രോഗകാരികളാണെന്ന് തെറ്റിദ്ധരിച്ച് അവയെ നശിപ്പിച്ച് കളയുകയാണ് നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം ഇവിടെ ചെയ്യുന്നത്. അപ്പം ഇതിൻ്റെ സിംറ്റംസ് ലക്ഷണം എന്ന് പറയുന്നത് പാച്ചസ് ആയിട്ട് മുടി കൊഴിയുക, ചെറിയ വട്ടത്തിലോ അല്ലെങ്കിൽ അത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആവാം. അതായത് കംപ്ലീറ്റ് ആയിട്ട് ആ മുടി പോകാതെ അലോപേഷ്യ ഏരിയേറ്റയിൽ നമ്മുടെ ഒരു മുടിയുടെ ചെറിയൊരു ഭാഗം മൊത്തത്തിൽ കൊഴിഞ്ഞു പോകുക. ചിലർക്ക് അവിടെ ചൊറിച്ചിലും പുകച്ചിലും ഉണ്ടാവും. പിന്നെ നഖം ഭയങ്കര റഫായിട്ടും പിന്നെ പൊട്ടിപ്പോകാനും ഒക്കെ ഇടയുണ്ട്. അതുപോലെ തന്നെ നഖത്തിൽ വെള്ള വര ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളെപ്പറ്റിയും പറയാം. നമുക്ക് എന്തായാലും ഇൻറ്റേർണൽ മെഡിസിൻ കഴിക്കേണ്ടത് ആവശ്യമാണ്. ഞാൻ ആ കാരണങ്ങൾ പറഞ്ഞതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ഇത് ഇമ്മ്യൂൺ സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണല്ലോ ഉണ്ടാകുന്നത്. അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള മരുന്ന് അകത്ത് കഴിക്കേണ്ടത് ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളും ഞാൻ പറയാം. പിന്നെ ഭക്ഷണവും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ ബൂസ്റ്റ് ചെയ്യാനുള്ള ഭക്ഷണവും ദിനചര്യയും ഒക്കെ നമ്മൾ പാലിക്കണം. അപ്പോൾ എന്തൊക്കെയാണ് വീട്ടിൽ ചെയ്യാൻ പറ്റുകയെന്ന് വെച്ചാൽ, ആദ്യം തന്നെ ഒരു റെമഡി എന്ന് പറഞ്ഞാൽ കുന്നിക്കുരു നമുക്ക് തൈരിനകത്ത് രാത്രിയിൽ കുതിർത്ത് വെച്ചിട്ട് പിറ്റേ ദിവസം അതെടുത്ത് അരച്ച് ആ ഒരു ഭാഗം അലോപേഷ്യ ഏരിയേറ്റ ഉള്ള ആ ഭാഗത്ത് ലേപം പോലെ ഇടുക. അത് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ ഇത് കുറച്ചൊന്ന് ഉണങ്ങും. എന്നിട്ട് നമ്മൾ അതെന്ത് ചെയ്യണം, റബ്ബ് ചെയ്ത് കളയണം പതിയെ. അതെന്ന് വെച്ചാൽ ഭയങ്കര ഹാർഷായിട്ട് ചെയ്യരുത്, പതിയെ അത് റബ്ബ് ചെയ്ത് ആ ഒരു ലേപം ഇളക്കി കളയേണ്ടതാണ്. അടുത്തതായിട്ട് കടുക്ക, നെല്ലിക്ക, താന്നിക്ക ഇത് മൂന്നും ഇട്ട് വെള്ളം തിളപ്പിക്കണം. എന്നിട്ടത് പകുതിയാക്കി വറ്റിച്ച് അത് അരിച്ചെടുത്തിട്ട് അത് തണുത്തതിന് ശേഷം തല നന്നായിട്ട് കഴുകുക. നെല്ലിക്കയുടെ പൊടി വാങ്ങാൻ കിട്ടും. ആ നെല്ലിക്കയുടെ പൊടി തൈരിനകത്ത് ചേർത്ത് ലേപം പോലെ അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഒരു അരമണിക്കൂറോ മുതൽ 1 മണിക്കൂർ വരെ അപ്ലൈ ചെയ്യാവുന്നതാണ്.